കൊള്ളാക്ക. നിക്ക് നിക്ക്, നിർത്ത് 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 നിർത്ത്. ഒന്നിറങ്ങും. എന്തിനാ? ഇറങ്ങ്, പറയാം. സാറിന് ഇത്ര ബുദ്ധിയില്ലാതെ പോയല്ലോ. ഇങ്ങനെയാണോ ഒരു ഉദ്യോഗസ്ഥയെ പർച്ചേസ് ചെയ്യാൻ വരുന്നത്? എന്റെ പൊന്ന് സാറേ, എല്ലാരെയും മുമ്പ് വെച്ച് കൈക്കൂലി തരാമെന്ന് പറഞ്ഞ ആരെങ്കിലും വാങ്ങും? ഒളിക്യാമറയുടെ കാലമല്ലേ ഇത്. സാറ് ചോദിച്ചാ ദേവിക എന്ത് ചെയ്യും? ഞാനിപ്പോ എന്ത് വേണമെന്നാ താൻ പറയുന്നേ? എനിക്ക് എന്റെ കാര്യം നടന്നാൽ മാത്രം മതി. നേരത്തെ വാഗ്ദാനം ചെയ്തൊക്കെ സത്യമാണോ? പിന്നെ അല്ലാതെ ഇങ്ങോട്ടൊരു സഹായം ചെയ്യുമ്പോ അങ്ങോട്ട് ഞാനും ചെയ്യും. ആണല്ലോ. ആണ്. എന്നാ കൈ നീട്ടിക്കും. നീട്ടു സാറേ. കാര്യം നടന്നു എന്ന് കൂട്ടിയാ മതി. ഞാൻ നിർബന്ധിച്ച ദേവിക്ക് തള്ളാൻ പറ്റില്ല. ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പോശാതാ. ഉറപ്പാണോ? പിന്നെ അല്ലാതെ. പറഞ്ഞ തുക എന്നെ ഏൽപ്പിച്ചാൽ മതി. ബില്ല് പാസ്സാക്കി തരുന്ന കാര്യം ഞാനേ. വിശ്വസിക്കാമോ? വേറൊന്നും കൊണ്ടല്ല, വീട്ടിൽ വന്നപ്പോ അവരുടെ പ്രകടനം അതുപോലായിരുന്നു. കടിച്ചു കീറാൻ വരുമായിരുന്നില്ലേ? നിങ്ങളെ കടിച്ചു കീറും, എന്നെ എങ്ങനെ ചെയ്യും? സമ്മതമാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു ഡീൽ ഉണ്ടാക്കാം. അഡ്വാൻസ് എടുക്കും. അഡ്വാൻസ് തരാം. ബില്ല് പാസ്സാക്കി തരുന്ന കാര്യം ഞാനേ. നമ്മൾ തമ്മിലേ ഇതിനു മുമ്പ് പരിചയമില്ല, അതാ ഒരു സംശയം. ഇങ്ങനെയൊക്കെയല്ലേ സാറേ പരിചയപ്പെടുന്നത്? ബില്ല് പാസ്സായി തന്നെ വിചാരിച്ചു. ഉള്ളതാണോ? ഉറപ്പ് പറയുന്നത് ഞാന്. ആ ബില്ല് പാസ്സായി. അതെ, ഇന്നാണ് ശ്രുതിമോളുടെ സ്കൂളിൽ PTA മീറ്റിംഗ്. അറിയാം. അതിന് പോണം. അപ്പോ നിങ്ങൾ വരുന്നില്ലേ? ഇല്ല, എനിക്കിന്ന് വേറെ കുറച്ച് തിരക്കുണ്ട്. അല്ല, ഞാനിത് നേരത്തെ പറഞ്ഞിരുന്നതല്ലേ. നീ പോകുന്നുണ്ടല്ലോ, അത് മതി. എല്ലാ കുട്ടികളുടെ അച്ഛനും അമ്മയൊക്കെ വരും. ഞാൻ മരിച്ചുപോയി. അപ്പൊ എന്ത് ചെയ്യും? എനിക്ക് വരാൻ പറ്റും? അതപ്പോഴല്ലേ, അപ്പൊ ആലോചിക്കാം. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിന്ന് വരാൻ പറ്റില്ല. PTA മീറ്റിങ്ങിനേക്കാളും പ്രധാനപ്പെട്ട ഒരു പരിപാടി എനിക്കിന്നുണ്ട്. എന്ത് പരിപാടി? അത് പറഞ്ഞാലേ നീ വിശ്വസിക്കൂ. പരിപാടി എന്താണെന്നൊക്കെ എനിക്കറിയാം. ഞാനത്ര മണ്ടിയൊന്നും അല്ല. നിന്റെ ഈ സംശയം എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അല്ലാതെ നിങ്ങളുടെ പ്രവൃത്തികളല്ല. അല്ല, ഭർത്താവിന് തിരക്കുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നവളാ നല്ല ഭാര്യ, അല്ലാതെ വഴക്കിടാൻ വരുന്നവളല്ല. നിങ്ങൾ എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാ. അതാ മീറ്റിങ്ങിന് വരാത്തത്. അങ്ങനെയാണ് നീ വിചാരിക്കുന്നെങ്കിൽ അങ്ങനെ. എനിക്ക് കൂടുതൽ വിശദീകരണമൊന്നും തരാനില്ല. സംശയ കണ്ണോടെ എന്ത് നോക്കിയാലും അതിൽ എന്തെങ്കിലും കുഴപ്പം കാണും. അത് എന്റെ തെറ്റല്ല. നിങ്ങൾക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം ഏതാണെന്ന് അറിയൂ? നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയ ദിവസം. എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. ഈ അടുത്ത കാലം വരെ നിങ്ങളത് പാലിക്കുകയും ചെയ്തതാ. പെട്ടെന്നാ എല്ലാം മാറിയത്. അതിന്റെ കാരണം ഇല്ല, അത് ഞാൻ പറഞ്ഞ് സ്വയം ചെറുതാവുന്നില്ല. ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് മാത്രം ചിന്തിച്ച് നോക്കിയാ മതി. ആണെന്നാണ് ഉത്തരവെങ്കിൽ നിങ്ങൾക്കിതുപോലെ തുടരാം. അല്ല എന്നാണ് ഉത്തരവെങ്കിൽ അങ്ങനെ ഒരു ഉത്തരം ഇനി ഞാൻ പ്രതീക്ഷിക്കണ്ടല്ലോ, അല്ലേ? മോളെ, ഞാനെല്ലാം കേട്ടു. നീ
നിരഞ്ജന് തിരക്കുണ്ടെങ്കിൽ പോട്ടെ, നീ വിശാലിനെ വിളിക്ക്, എന്നിട്ട് അവന്റെ ഒപ്പം പോ. വിശാലിന്റെ ആരായിട്ട്? അദ്ദേഹത്തിന് പകരമാണോ വിശാല്? അങ്ങനെയാണോ അപ്പച്ചി കരുതിയിരിക്കുന്നത്? അല്ല, മീറ്റിങ്ങിന് തനിച്ചു പോകണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. തനിച്ചു പോയാൽ എന്താ പ്രശ്നം? ആകാശം ഇടിഞ്ഞു വീഴൂ. അച്ഛനില്ലാത്ത എത്രയോ കുട്ടികളുണ്ട്, അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളും ഉണ്ട്.